നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാ? अस्सलाम वालेकुम, कैसे हो भाई सब? ठीक हो तो बंदे बन जाओ। तो जिस भाई को हेल्प चाहिए, इमदाद चाहिए, मेरी इस आईडी पर कमेंट में नंबर लिखकर सेंड करो। എന്താണെന്ന് മനസ്സിലായ? ഇതാണ് പച്ചകള് പച്ചക്ക് പടച്ചോനെ വിളിച്ചിട്ട് പറ്റിക്കുന്നത്. ഇതിലിവർ പറയുന്നുള്ളത്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ, നിങ്ങൾക്ക് വീടില്ലെങ്കിൽ വീട് വെച്ച് തരാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ പൈസ തരാം, തിരിച്ചൊന്നും കൊടുക്കണ്ട, ഇങ്ങനെ വാരി വിതറി തരുന്നത്. ഒരുപാട് ടിക്ടോക്ക് ഐഡിയിലും അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റ ഐഡി ഒക്കെ ഉണ്ട് അവർക്ക്. അതിൽ അവരിങ്ങനെ പോസ്റ്റ് ചെയ്യും കുറേ ഡോളറൊക്കെ അട്ടി വെച്ചിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ പണം എണ്ണുന്ന മിഷനിലൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ATM നിന്ന് പൈസ എടുക്കുന്നത്, ATM കൊണ്ടിടുന്നത്, കുറേ പേപ്പർ വർക്ക്, കുറേ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ഇവർ ഇൻസ്റ്റയിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ ഇൻബോക്സിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, അതായത് കൂടുതൽ വിവരമില്ലാത്ത പാവങ്ങൾ, സോഷ്യൽ മീഡിയ അറിയാത്ത അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. കൂടുതൽ സ്ത്രീകളാണ് അതിൽ പെട്ടുപോകുന്നത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ടിക്ടോക്കിലൂടെയൊക്കെ കാണുമ്പോൾ ആ ഇൻബോക്സിൽ അവർ മെസ്സേജ് ഇടും. മെസ്സേജ് ഇടുമ്പോൾ ഇവർ നോക്കും ഏത് രാജ്യക്കാരാണ് ഈ മെസ്സേജ് ഇടുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതത് രാജ്യത്തേക്കുള്ള ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത്, മലയാളിയാണെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ അവർ എഴുതിയിട്ട് തിരിച്ചിട്ട് മെസ്സേജ് ഇടും. നിങ്ങൾക്ക് എത്രയാണ് പൈസ വേണ്ടത്, ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയും. നിങ്ങളെ പൈസയും കൊണ്ട് നിങ്ങൾ ബാങ്കിൽ വന്നിട്ടുണ്ട്, ആ പൈസ ഇടണമെങ്കിൽ ഒരു 2000 റുപ്യ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറയും. അവരുടെ കയ്യിൽ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിന് ഈ പാവങ്ങൾ നമുക്ക് തരുന്നത് 1,00,000 റുപ്യ അല്ലേ, 2000 റുപ്യ അങ്ങോട്ട് കൊടുത്തെങ്കിൽ ഇതിൻ്റെ ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിൽ മലയാളികളും പെട്ടുപോയിട്ടുണ്ട്. മലയാളികൾ കുവൈത്തിൽ നിന്ന് തന്നെ ഇതേപോലെ 1-2 ആൾക്കാരുടെ കയ്യിൽ നിന്നും 30,000 രൂപ വരെ ഇവർ അടിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു കാര്യം മനസ്സിലാക്കുക, ആരും ഫ്രീ ആയിട്ട് ഒന്നും തരൂല. എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതിവുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവർ കൊണ്ടുപോകും. അപ്പോൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്ക്, ആരും പോയി ഇങ്ങനെയൊന്നും തലവെച്ച് കൊടുക്കരുത്. എനിക്ക് തോന്നുന്ന പച്ചകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്നുള്ളത് പല വിധത്തിലും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക.